കാന്തല്ലൂരിന്റെ കാർഷിക സമൃദ്ധിക്ക് കൂടുതൽ അഴകേകി ഇനി ആപ്പിൾ കാലം. പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാകും. സമൃദ്ധമായി വിളഞ്ഞു കിടക്കുന്ന ആപ്പിൾ മരങ്ങളുടെ കാഴ്ചകളും റിട്ടയർ ജീവിതകാലത്ത് ആപ്പിൾ കൃഷിയിൽ വിസ്മയം തീർക്കുന്ന മുൻ KCB എഞ്ചിനീയറുടെ കാർഷിക വിശേഷങ്ങളുമാണ് ഇനി. കോടമഞ്ഞിന്റെ കുളിരിപ്പറ്റി നിലയുറപ്പിച്ചിരിക്കുന്ന ആപ്പിൾ മരങ്ങൾ. കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയ കാഴ്ചയാണ് ആപ്പിൾ കൃഷിയിടങ്ങൾ ഒരുക്കുന്നത്. കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി വ്യാപകമാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് KCBയിലെ മുൻ എഞ്ചിനീയറായിരുന്ന കുരുവിള. 1995 ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെ ഇദ്ദേഹം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു. 2002 കാന്തല്ലൂരിൽ എത്തി. അന്ന് നാമമാത്രമായി ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നു. കാന്തല്ലൂരിലെ മഞ്ഞിന്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവിള പരീക്ഷണ അടിസ്ഥാനത്തിൽ കൃഷി ആരംഭിക്കുകയായിരുന്നു. ഹിമാചലിൽ നിന്ന് തൈ എത്തിച്ചാണ് തുടക്കം. ഞാൻ 1995 റിട്ടയർ ചെയ്തപ്പോഴേ പിന്നെ അന്ന് എനർജറ്റിക്കായതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ബിസിനസ്, മക്കൾക്ക് ബിസിനസ് ഉണ്ട്, അതിനകത്ത് എനിക്ക് താല്പര്യമില്ല. കാരണം ടെൻഷൻ എടുക്കാനായിട്ട് താല്പര്യമില്ല. വൈഫും ഗവൺമെൻറ് സർവീസിലായിരുന്നു. അപ്പോൾ റിട്ടയർ ലൈഫിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് അങ്ങനെ കുറച്ച് തണുപ്പുള്ള സ്ഥലം അന്വേഷിച്ചാണ് കാന്തല്ലൂർ വന്നത്. കാന്തല്ലൂർ വന്ന് പ്രോപ്പർട്ടി 2002 മേടിച്ചു. 2002 മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്ത് കൃഷി ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരാലോചന വന്നു. അപ്പോഴാണ് ഈ കാട് വെട്ടാനൊക്കെ വന്നൊരു ജോലിക്കാരൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു ആപ്പിൾ മരമുണ്ട്, ഒരു വീട്ടിൽ ആപ്പിൾ മരമുണ്ട്, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണാൻ പോയിരുന്നു. കാണാൻ പോയപ്പോൾ ആപ്പിൾ ഉണ്ടായി കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ട് എനിക്ക് കുറച്ച് ആപ്പിൾ വെച്ചുകൂടാ? ഇവിടെ കാന്തല്ലൂർ ആപ്പിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെയും ആപ്പിൾ വയ്ക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ആപ്പിൾ കൃഷിയിലേക്ക് തിരിയാൻ കാരണം. ഇവിടെ ആപ്പിള് മാത്രമല്ല, വേറെ ശീതകാല തണുപ്പുള്ളിടത്ത് ഉണ്ടാകുന്ന മരങ്ങളും പഴങ്ങളൊക്കെ വേറെ ഉണ്ട്. സമൃദ്ധമായി വിളവ് തരുന്ന 400-ലധികം ആപ്പിൾ മരങ്ങളാണ് നിലവിൽ കുരുവിളയുടെ കൃഷിയിടത്തിൽ ഉള്ളത്. 4 മുതൽ 18 വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു. HRM N99, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ഗോൾഡൻ ഡോർസെറ്റ്, ട്രോപ്പിക്കൽ റെഡ് ഡിലീഷ്യസ്, ഇസ്രയേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളുമുണ്ട്. ട്രോപ്പിക്കലും അധികം മഞ്ഞ് വേണ്ടാത്ത HRM N-ഉമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ആപ്പിളിനൊപ്പം പ്ലംസും അവക്കാഡോയും സ്ട്രോബെറിയും ഒക്കെ ഇവിടെ പരിപാലിക്കുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് അവലംബിക്കുന്നത്. പരിപാലനം അത് ശ്രദ്ധിക്കണം. അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് മെനക്കിട്ടാൽ മതി. കാരണം തൈ വെച്ചിട്ട് പിന്നെ ആപ്പിൾ ഉണ്ടോയെന്ന് നോക്കാൻ പോയിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ പോകണം, വളം ചെയ്യണം. സാധാരണ നമ്മൾ വളം ചെയ്യുന്ന മരങ്ങൾക്കൊക്കെ വളം ചെയ്യുന്ന അത് തന്നെ. ഞാൻ കംപ്ലീറ്റ് ഓർഗാനിക് വളങ്ങളാണ് ചെയ്യുന്നത്. രാസവളങ്ങൾ ഇതിനകത്ത് കയറ്റിയിട്ടേ ഇല്ല. ചാണകം കമ്പോസ്റ്റാക്കും, ചാണകപ്പൊടിയിടും. പിന്നെ ഇവിടെ ഈ മരങ്ങൾ ഇവിടെ ചപ്പ് ചവറ് എല്ലാം ഇതിൻ്റെ കറയ്ക്ക് മൾച്ചിയായിട്ട് പൊതയിടും. അപ്പോൾ ഈർപ്പം നിലനിൽക്കും. പിന്നെ നനയ്ക്കുന്നുണ്ട്. അഥവാ ഏതെങ്കിലും കീടങ്ങളുടെ ആക്രമണം, ചെറിയ തൈ ആയിരിക്കുമ്പോൾ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഉപയോഗിക്കും.
കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ ആപ്പിൾ തോട്ടം കാണുന്നതിനായി പ്രധാനമായും എത്തുന്നതും കുരുവിളയുടെ കൃഷിയിടത്തിലേക്കാണ്. നിലവിൽ പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിളവെടുപ്പിന് അനുയോജ്യമാകും. മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാന്തല്ലൂരിന്റെ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്.